സോമരാജ് മന്ത്രവാദിയെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. മന്ത്രവാദി ശരത്തിനെ സൂക്ഷിച്ചു നോക്കുന്നു. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ? ശരത് ബികോം മന്ത്രവാദി. ബഹുകേമനാ ഇവൻ. ഇവനുള്ളപ്പോൾ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ലല്ലോ. മന്ത്രവാദിയും ശരത്തും വെളിയിലേക്ക് പോയി പുറത്തുനിന്ന് സംസാരിക്കുന്നു. സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു. യമുന ആഹാരമൊക്കെ എടുത്തു വെക്കുന്നു. ശരത്ത് ഹായ് യമുന. യമുന ഹായ്. ആഹാരം കൊണ്ടുപോകുന്നു. അന്നേരമാണ് ശരത്ത് അത് കാണുന്നത്. തറയിൽ വിഷക്കുപ്പി കിടക്കുന്നത്. ശരത്ത് ഓടിപ്പോകുന്നു. യമുന ചപ്പാത്തി ടേബിളിൽ വെച്ച്. ബാലചന്ദ്രൻ ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കഴിക്കുന്നു. ശരത്ത് അത് തട്ടിക്കളഞ്ഞു. ശരത്ത് ഇതിൽ വിഷമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഇവളായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ശരത്ത് അവളെ സംശയിക്കണ്ട. ആയിഷ്മയുടെ ദേഹത്താ പ്രേതം. എനിക്കത് ആദ്യ നിമിഷത്തിലേ മനസ്സിലായി. അതാണ് പറഞ്ഞ് ഇനിയുള്ള ചുവട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. മുകളിലത്തെ ലൈറ്റ് പൊട്ടി താഴേക്ക് വീഴുന്നു. ശരത് ബാലചന്ദ്രനെ നീക്കി നിർത്തി. ലൈറ്റ് നിലം പതിച്ചു. മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ഭയങ്കര ഒച്ച കേൾക്കുന്നു. എല്ലാവരും സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്ക് വന്നു. ആയിഷ്മ അലയ്ക്കുന്നു. മന്ത്രവാദിയുടെ കൂടെയുള്ളവർ ആയിഷ്മയെ പിടിച്ചോണ്ട് കളത്തിൽ. മന്ത്രവാദി പേരെന്താ? ആയിഷ്മ. പറയൂല. മന്ത്രവാദി എന്താ? ആയിഷ്മ പറയൂല. മന്ത്രവാദി വടിയെടുത്ത് ആയിഷ്മയെ അടിക്കുന്നു. മന്ത്രവാദി പൂജയൊക്കെ ചെയ്യുന്നു. പൂവാരി ആയിഷ്മയുടെ ദേഹത്തിടുന്നു. ആയിഷ്മയുടെ ബോധം പോകുന്നു. മന്ത്രവാദി മോതിരം ഊരിയെടുക്കുന്നു. ഈ മോതിരം നദിയിൽ കളയണം സൂര്യാസ്തമയത്തിനു മുമ്പ്. ബാലചന്ദ്രനും ശരത്തും മോതിരവുമായി പോകുന്നു. ദൂരെ ഒരു നദിയിൽ അത് ഉപേക്ഷിക്കുന്നു. ആയിഷ്മ കട്ടിലിൽ കിടക്കുന്നു. ശരത്ത് നീ തികച്ചും നോർമലായി. പതുക്കെ കണ്ണ് തുറന്നോളൂ. സ്ലോലി. ആയിഷ്മ കണ്ണ് തുറന്നു. ശരത്ത് എന്താ തൻ്റെ പേര്? ആയിഷ്മ. ശരത്ത് മുഴുവൻ പേര് പറയൂ. ആയിഷ്മ ബാലചന്ദ്രൻ. ശരത്ത് ഞങ്ങളെയൊക്കെ മനസ്സിലായോ? ആയിഷ്മ ശരത്ത് ഇതുപോലൊരു ഭാര്യയും ഭർത്താവും ഈ ലോകത്തുണ്ടാവില്ല. ഇങ്ങനെ ഇവളെ തിരിച്ചു തരാന്നാണ് ഞാൻ ഏറ്റത്. ഇനി എവിടെ വേണമെങ്കിലും പൊക്കോ കറങ്ങാനോ. ഇന്നാ പിടിച്ചോ. ബാലചന്ദ്രൻ പിടിച്ചു. ശരത്ത് ഞാനിപ്പോൾ വരാം. അതെ യമുന വന്ന പ്രശ്നമെല്ലാം കഴിഞ്ഞു. പോരുന്നോ എൻ്റെ കൂടെ? 1 വർഷം കടന്നുപോയി. ബാലചന്ദ്രനും ആയിഷ്മയും കാറിൻ്റെ അടുത്ത് നിൽക്കുന്നു. ബാലചന്ദ്രൻ ഞങ്ങൾ പോവാ. നിങ്ങളെയും ഇവിടുത്തെ ജീവിതമൊന്നും മറക്കില്ല. പക്ഷേ പോയേ പറ്റൂ. ആയിഷ്മ പോട്ടെ. ശരത്ത് അപ്പം ഞങ്ങളും പോവാ. ശരത്ത് മുന്നിൽ കയറിയിരുന്നു. ആയിഷ്മയും യമുനയും പുറകിലത്തെ സീറ്റിൽ കയറിയിരുന്നു. ഡോറടച്ചു. ബാലചന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഡോറടച്ചു. കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.